നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം. നരകത്തിലാണെന്ന് ഖുർആൻ നസ്സായി പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം. കൊലപാതകവും ശിർക്കും വ്യഭിചാരവും ആരെങ്കിലും ചെയ്താൽ നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. നല്ല ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കുട്ടികളുടെ അടുക്കൽ നമ്മൾ അപമാനിതരാകും, നാട്ടിൽ നമ്മൾ അപമാനിതരാകും. ഒരുപക്ഷെ ഇത് ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഏതൊരു അന്യപുരുഷനുമായും ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും അവസരമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫോണും സംവിധാനങ്ങളും സൗകര്യങ്ങളും ബന്ധങ്ങളും ഇന്ന് അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു വരുന്നുണ്ട്. എത്രയോ കുട്ടികളെ നഷ്ടപ്പെട്ട ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മക്കളെ എടുത്തൺ കൊണ്ടുപോവുകയാണ്. 4 കുട്ടികളെ എടുത്തൺ കൊണ്ടുപോയാൽ ഇവള് വ്യഭിചരിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ 4 മക്കളെ. ഇനി ഈ കുട്ടികളെ നീ കാണൂലെന്നാണ്. ഇത്ര വൃത്തികെട്ട നിന്റെ കൂടെ ഇനി എന്റെ കുട്ടികൾ വളരണ്ടാണെന്ന് അയാൾ തീരുമാനിച്ചു. ഞാൻ അതൊക്കെ ഒരു പെണ്ണെങ്ങനെ സഹിക്കും? ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധത്തിന് സഹോദരിമാരെ ഒരു ജീവൻ കൊടുത്താലും പരിഹാരമാവൂല. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക, കാതുകളെ സൂക്ഷിക്കുക. ഒരിക്കലും എന്ത് ചെയ്യുക, പൊതു വാട്സപ്പ് ഗ്രൂപ്പുകളിലും പുരുഷന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു മെസ്സേജിനും നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു നമ്പറിലേക്കും നിങ്ങൾ തിരിച്ചൊരു മെസ്സേജും, ഒരു ഹായ് എന്നൊരു മെസ്സേജ് നിങ്ങളെ ഇഹലോകത്തും പരലോകത്തും നരകത്തിലെത്തിക്കാൻ പര്യാപ്തമാണ് നമ്മൾ മനസ്സിലാക്കുക. വളരെ അപകടകരമാണ് ലോകം. തിരിച്ചറിഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കണമെന്ന്